ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിനാണ് കത്ത് നൽകിയത്. വന്ദേ മാതരം ചൊല്ലാൻ ആരെയും നിർബന്ധിക്കരുതെന്ന നിലപാട് MK മുനീർ എടുത്തപ്പോൾ ഒന്നും അറിയില്ലെന്ന പ്രതികരണമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയത്. കഴിഞ്ഞ തവണ വന്ദേ മാതരം നമ്മൾ ആലപിച്ചത് മുഴുവൻ ആലപിച്ചില്ലായിരുന്നല്ലോ. പുതിയ സിറ്റുവേഷൻ എന്താ എനിക്കറിയില്ല. എനിക്കറിയില്ല ഇങ്ങനെ ഉത്തരവിട്ടെന്ന് നിങ്ങളാണല്ലോ പറയുന്നത്. ഞാൻ പരിശോധിക്കാം. എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാം. TV പ്രസാദ്, അതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. വന്ദേ മാതരം ചൊല്ലാൻ ആരെയും നിർബന്ധിക്കരുത് എന്നതാണ് MK മുനീർ നിലപാടെടുത്തത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ള നിർദ്ദേശമാണ്. ഇപ്പോൾ അങ്ങനെ പൂർണ്ണമായും ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പോലും പറയുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നു എന്നതാണ് ചോദ്യം. വിനീത, വലിയ പ്രതിരോധത്തിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ് ഇതോടുകൂടി എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. KM ഷാജിയാണ് അതിൻ്റെ വകുപ്പ് മന്ത്രി. ആ വകുപ്പ് മന്ത്രി ഉൾപ്പെടുന്ന തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ഇങ്ങനൊരു കത്ത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. പരസ്യമായി അത് തള്ളാനോ കൊള്ളാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നതെങ്കിൽ പോലും MK മുനീർ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് കൊടുത്തത് എന്ന കാര്യം ഏതായാലും അതിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്ന നിർദ്ദേശാനുസരണം തന്നെ ആയിരിക്കും ഇത് നടന്നിട്ടുണ്ടാവുക എന്നതാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ, പ്രത്യേകിച്ച് അർലേക്കർ ഗവർണറായതിനു ശേഷം പല മേഖലകളിലും RSSൻ്റെതായ നയപരിപാടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അതിൽ പൂർണ്ണമായും ജയിക്കുന്നത് ഗവർണറാണ് എന്നതാണ്. അതായത് സർക്കാരിനും നേരത്തെ CPIM-നും ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കുൾപ്പെടെ വലിയ നഷ്ടമാണ് അതിലൊക്കെ ഉണ്ടായത്. പക്ഷെ അതിലൊന്നും ഒരു നടപടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇതാ വന്ദേ മാതരം കൂടി പൂർണ്ണമായി ആലപിക്കണം എന്ന ഒരു നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് വരുമ്പോൾ ഇനി എന്തായിരിക്കും ഓഗസ്റ്റ് 15-ന് എടുക്കുന്ന തീരുമാനം എന്നുള്ളതും ഏറെ പ്രധാനമാണ്. കൗതുകത്തോടു കൂടിയാണ് എല്ലാവരും അത് നോക്കുകയും ചെയ്യുന്നത്. വിനീത, ശരി. TV പ്രസാദ്, നമുക്ക് നോക്കാം. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായാലും സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ഉത്തരവ് UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചതിന്റെ അലയൊലികൾ അവസാനിച്ചു വരുന്നതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം.